ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ പുതിയ ചാപ്റ്റർ ഇന്നലെ തൊട്ട് എടുത്തു തുടങ്ങി, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അപ്പം എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഇന്നലെ മനസ്സിലാക്കി. ടുഡേയ്സ് ഏരിയ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓർ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ്? ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ഓർ കോസ്റ്റ് ആൻഡ് റവന്യൂസ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അതായത് ഒന്നെങ്കിൽ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് കോസ്റ്റ് ആയിരിക്കും. ഇൻപുട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്, നമുക്ക് ഇൻക്വയർ ചെയ്യുന്ന എക്സ്പെൻസസ്, ദറ്റ് ഈസ് കോസ്റ്റ്. ദെൻ വി ഏൺ സംതിങ്, ദറ്റ് ഈസ് ഔട്ട്പുട്ട് ഓർ റവന്യൂസ്. അപ്പോൾ എസെൻഷ്യൽ ഫീച്ചേഴ്സിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റമാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ആ ഓർഗനൈസേഷനിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന്റെ ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ചില ഇതിൽ നന്നായിട്ട് ഫിസിക്കൽ റിസോഴ്സസ് കുറേ ഉണ്ടായിരിക്കും, അത് നന്നായി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻപുട്ട്, അതോടൊപ്പം തന്നെ ലേബർ അവേഴ്സ്, റോ മെറ്റീരിയൽസ്, ഇതൊക്കെ. അപ്പൊ അതുപോലെ അതിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അതിന്റെ ബേസിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. രണ്ടാമത്തെ ഫീച്ചറാണ് പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ ഇൻഫർമേഷൻ ഓർ യൂസ് ഓഫ് ബഡ്ജറ്റിംഗ്. നമ്മൾ പ്ലാൻ ചെയ്യണം എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഇൻപുട്ടുകൾ, എന്തൊക്കെയായിരിക്കണം നമുക്ക് ഉണ്ടാകാൻ പോകേണ്ട ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് പ്ലാനിങ്. ആ ആക്ച്വൽ ഇൻഫർമേഷൻ വെറുതെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ പോരാ, ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്ച്വൽ ഇൻഫർമേഷൻ്റെ ബേസിലായിരിക്കണം. അല്ലെങ്കിൽ ഈ പ്ലാൻ ചെയ്യുന്നതും ആക്ച്വൽ ഇൻഫർമേഷൻ്റെ ബേസിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ വേറൊരു തരത്തിൽ പറയുന്നത് എന്ത്? യൂസ് ഓഫ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചറാണ് പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ ഇൻഫർമേഷൻ ഓർ യൂസ് ഓഫ് ബഡ്ജറ്റിംഗ്. ഇഫക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. നല്ലൊരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇറ്റ് നീഡ് പ്ലാൻഡ് ഇൻഫർമേഷൻ. എങ്ങനെയുള്ള ഇൻഫർമേഷൻ? ആക്ച്വൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതോടൊപ്പം തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമുക്ക് വേണം, റവന്യൂ ഡാറ്റ വേണം, നമുക്ക് പ്ലാൻഡ് ഫ്യൂച്ചർ ഡാറ്റ വേണം, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ എന്ന് പറഞ്ഞിട്ട് അത് ഇംപ്ലിമെന്റേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട്. മൂന്നാമത്തെ ഫീച്ചറാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ്. ഇപ്പം നമുക്ക് ക്യാഷിൻ്റെ ഏരിയ ഭയങ്കര റെസ്പോൺസിബിൾ ഏരിയയാണ്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ഏരിയ ഭയങ്കര റെസ്പോൺസിബിൾ ഏരിയയാണ്. അപ്പം നമ്മളുടെ ഓർഗനൈസേഷനിലെ ചില ഏരിയാസൊക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈസ് ഫോക്കസ്ഡ് അറൗണ്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ്. റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിൽ നമുക്ക് സ്പിയർ ഓഫ് അതോറിറ്റി ഓർ ഡിസിഷൻ പോയിന്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ വരും. സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ഓണേഴ്സ് തന്നെയായിരിക്കും എല്ലാതും മാനേജ് ചെയ്യുന്നത്. വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ പലരെയും അവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഫോർത്ത് പോയിന്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റം. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റവും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ ബിസിനസ് മാനേജ്മെന്റിൽ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. മെട്രിക്സ് ഓർഗനൈസേഷൻ, മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ, ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അത് ഓരോ ഓർഗനൈസേഷൻ്റെ നേച്ചർ അനുസരിച്ച് ഇങ്ങനെയുള്ള സ്ട്രക്ചറിൽ വ്യത്യാസം വരും. എനിവേ, ഒരു ഓർഗനൈസേഷനിൽ ഏത് സ്ട്രക്ചറാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ആ സ്ട്രക്ചറും ആ ഓർഗനൈസേഷനിലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അത് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം, റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? ടു സ്യൂട്ട് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ.
Okay. Fifth point, assigning cost to individuals and limiting their efforts to controllable cost. There are some different types of cost. Already നിങ്ങൾ ഫോർത്ത് സെമ്മിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. കൺട്രോളബിൾ കോസ്റ്റ് ഉണ്ടായിരിക്കും, നോൺ കൺട്രോളബിൾ കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മളുടെ കോസ്റ്റ് എങ്ങനെയുള്ള കോസ്റ്റ് ആണ്? കൺട്രോളബിൾ ആണോ അൺകൺട്രോളബിൾ ആണോ? കൺട്രോളബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ നന്നായി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് അത് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അൺകൺട്രോളബിളിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ അത് അങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. എനിവേ കോസ്റ്റ് ഓരോ ഇൻഡിവിജ്വൽസിന് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നോക്കേണ്ടതാണ്? എഫർട്ട് ഷുഡ് ബി ടേക്കൺ ടു ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് കൺട്രോളബിൾ ഓർ നോൺ കൺട്രോളബിൾ. ഓക്കെ, അങ്ങനെയുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ടു പ്രൊവൈഡ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റം ഇൻവോൾവ്സ് അസൈനിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂസ് ടു ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസിനെ എങ്ങനെയുള്ളതാണ് അസൈൻ ചെയ്യേണ്ടതെന്ന് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ട്രാൻസ്ഫർ പ്രൈസിങ് പോളിസി. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള എന്റർപ്രൈസ് ആണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുഡ്സ് ഒക്കെ സർവീസസ് ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്, നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണം, അവർക്കത് എങ്ങനെയാണ് നമുക്ക് അത് എവിടെ ഏത് സെഗ്മെന്റിൽ നിന്നായിരിക്കണം, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് നോക്കേണ്ടതാണ്? ടു ഡിറ്റർമിൻ ദ പ്രൈസ് അറ്റ് വിച്ച് ദ ട്രാൻസ്ഫർ ഷുഡ് ടേക്ക് പ്ലേസ്. അവിടെ നിന്നൊക്കെ കൊണ്ടുവരാനുള്ള പ്രൈസ് ഒക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ട്രാൻസ്ഫർ പ്രൈസ് ക്യാൻ വെൽ ബി ജഡ്ജ്ഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഫോർ ദ ട്രാൻസ്ഫറിംഗ് division it will be a source of revenue, whereas for the division to which a transfer is made it will be element of a cost. അടുത്ത് സെവൻത്ത് പോയിന്റ്, പെർഫോമൻസ് റിപ്പോർട്ടിംഗ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് ഒരു കൺട്രോൾ ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസും ഓരോ സെന്റേഴ്സും എങ്ങനെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം വരുമ്പോൾ എന്തുണ്ടാകുന്നതായിരിക്കും? അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ അവരുടെ ഇടയിൽ ഒരു കൺട്രോൾ വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു കൺട്രോൾ ഡിവൈസ് ആയിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാം പെർഫോമൻസ് റിപ്പോർട്ടിംഗ് വഴി. അപ്പോൾ അതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കൺട്രോൾ എങ്ങനെയായിരിക്കണം അവർ പെർഫോം ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എയ്ത്ത് പോയിന്റ്, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കേണ്ടതാണ്? ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യേണ്ടതാണ്? എംപ്ലോയീസ് എന്ത് ചെയ്യേണ്ടതാണ്? മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ പ്ലാൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും പ്ലാൻസ് ലേ ഡൗൺ ചെയ്യാനും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാവരുടെയും കൺസെന്റും അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കാനായിട്ട് സബോർഡിനേറ്റ്സുമായിട്ട് കൺസൾട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി അടുത്തതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. അത് നിങ്ങൾ ബിസിനസ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഹയർ ലെവൽസിലേക്ക് പോകും തോറും നമുക്ക് നല്ല ഓർഗനൈസേഷണൽ ചെയിൻ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറെ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അധികം സമയം വേണ്ടി വരില്ല, സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പീറ്റർ ഡി എഫ് ഡ്രക്കറുടെ ആണിത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബിസിനസ് മാനേജ്മെന്റിൽ കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, ഹ്യൂമൻ ആസ്പെക്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന് ഹ്യൂമൻ ആസ്പെക്ട്സ്, അതായത് ഇതിലൊന്നും തന്നെ ബ്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൻ്റെയുമായിട്ട് വരുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, ഫീഡ്ബാക്ക് എടുക്കുന്നു, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നതായിട്ട് മാത്രമേ ഇതെടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു മെത്തേഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, റിപ്പോർട്ട് വാങ്ങുന്നുണ്ടല്ലോ, അവരെ കൺട്രോൾ ചെയ്യണം, അവരെ ശരിയാക്കി കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ എന്നൊക്കെ സുപ്പീരിയേഴ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സബോർഡിനേറ്റ്സിന്റെ മേലെ അതൊരു പനിഷ്മെന്റ് ഡിവൈസ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള കുറെ പ്രോബ്ലംസിലേക്ക് പോകുന്നതായിരിക്കും. മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതായിരിക്കും. അവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് ഒരിക്കലും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് പോകാനായിട്ട് പാടില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഒന്നും കൂടി പറയാം. ഒന്നാമത്തത് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ഓർ കോസ്റ്റ് ആൻഡ് റവന്യൂസ്, പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ ഇൻഫർമേഷൻ ഓർ യൂസ് ഓഫ് ബഡ്ജറ്റിംഗ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് സിസ്റ്റം, അസൈനിങ് കോസ്റ്റ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ലിമിറ്റിംഗ് ദെയർ എഫർട്ട് ടു കൺട്രോളബിൾ കോസ്റ്റ്, transfer pricing policy, performance reporting, participative management, management by exception, human aspect of responsibility accounting. Okay, thank you.